ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഗ്രസ് സഖ്യം കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള വ്യക്തമാക്കി. ഫാറൂഖ് അബ്ദുള്ളയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിനീത വിജി തുടരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനീത, ഈ സഖ്യം സംബന്ധിച്ച പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യം അത് അങ്ങനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ നാഷണൽ കോൺഫറൻസും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ജമ്മു കാശ്മീർ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ നാഷണൽ കോൺഫറൻസിന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നീടാണ് ഇപ്പോൾ ഫാറൂഖ് അബ്ദുള്ള തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ സഖ്യവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. ഈ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി തന്നെ നേരത്തെ അവിടെ എത്തുകയും അവിടുത്തെ പ്രവർത്തകരുമൊക്കെയായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ സംസ്ഥാനത്തിന് ആ ഒരു പദവി വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്ന് തന്നെയാണ് സഖ്യം സംബന്ധിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിനീത വിജി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.